ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരാണ് ഇലക്ട്രിസിറ്റി വർക്കർ, എന്താണ് ജോലി. നമ്മൾ മുന്നേ കുറെ ജോബ് പ്രൊഫൈൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പം വീണ്ടും കെ എസ് സി ബി വർക്കറിന്റെ ഇലക്ട്രിസിറ്റി വർക്കറിന്റെ ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നത് എന്താ, പ്യുവർലി ഒരു ഔട്ട്ഡോർ ആണല്ലേ, ഒരു ഔട്ട്ഡോർ വർക്കാണ്. അല്ലാതെ നമുക്കൊരു ഓഫീസ് ജോബ് അല്ല, അല്ലെങ്കിൽ ഡെസ്ക് ജോബ് അല്ല എന്നുള്ള രീതിയിൽ പറയാം. ഇത് പ്യുവർലി ഔട്ട്ഡോർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഇലക്ട്രിസിറ്റി വർക്കർ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പം ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവാം. അപ്പൊ യൂണിറ്റിന്റെ കൂടെ കുറെ പേര് പോകുന്നുണ്ടാവാം അല്ലെ. ചിലപ്പോൾ നമ്മളൊരു പോള്, അതായത് നമ്മളെ പോസ്റ്റ് മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ കുറെ പേര് എന്താ, നമ്മളെ സാധനങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടാവാം. ചിലവര് ഈ ഒരു തൂണ് കയ്യിൽ രണ്ടുപേരും അല്ലെ മൂന്ന് പേര് കൂടിയിട്ട് കയ്യിലെടുത്തിട്ട് പോകുന്നുണ്ടാവാം. അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതാണ് വർക്കർ. ബേസിക്കലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി വർക്ക് അല്ലെങ്കിൽ കെ സി ബി വർക്കറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താ, ഇതൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ഒരു എൻട്രി കേഡർ ആണ് ഈ ഒരു ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അവിടെ ലൈൻമാനിലേക്ക് അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇല്ല. പറയുന്ന ഇലക്ട്രിസിറ്റി വർക്കർ എന്നാണ് ലൈൻമാൻ ഗ്രേഡ് ടൂയിലേക്ക് അങ്ങനെ പ്രൊമോഷൻ ആയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ അറിയാം, നിങ്ങൾക്ക് എന്താ ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരിക. അതേപോലെ നമുക്ക് ഫീൽഡ് യൂണിറ്റ്സിൽ എപ്പോഴും നമുക്ക് എന്താ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, ഫീൽഡ് യൂണിറ്റ്സ് നമുക്ക് ട്രാവൽ, കാരണം ചില ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ഫീൽഡ് യൂണിറ്റിൽ കയറിയിട്ട് അവിടെ പോയി ട്രാവൽ ചെയ്തിട്ട് എന്താ ഒരു കോള് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് അവിടെ നടന്നിട്ടുണ്ടാവാം. ഐ മീൻ ഒരു ആക്സിഡന്റ് കാരണം പോള് പൊട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ ആ ഒരു പോള് റീപ്ലേസ് ചെയ്യണം. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ലൈൻമാൻ അതേപോലെ ഓവർസിയേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും എന്ത് നമ്മളായിരിക്കണം എന്ത് ചെയ്യാൻ, അത് പൊട്ടിയ പോളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയതായിട്ട് പോൾ അവിടെ ഫിക്സ് ചെയ്യേണ്ടതും ബാക്കിയുള്ള അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരായിരിക്കും? നമ്മളായിരിക്കും. അതെ. ചിലപ്പോൾ നിങ്ങളുടെ സബ്സ്റ്റേഷനിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ ഒരു സ്ഥലത്ത് തന്നെ ആവണമെന്നില്ല, ഒരു നിർബന്ധമില്ല. ഓക്കെ, സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ തന്നെ അല്ലെങ്കിൽ സബ്സ്റ്റേഷന്റെ പരിധിയിൽ ആ ഒരു രീതിയിൽ എന്താ നമുക്ക് ഫീൽഡ് യൂണിറ്റ്സിൽ ട്രാവൽ ചെയ്തിട്ട്, അതുപോലെ എമർജൻസി ഇപ്പം കാറ്റത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നാച്ചുറൽ കലാമിറ്റി, ഇപ്പം മഴയുടെ സീസൺ ഒക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ പറയും ഇത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്ഡോർ വർക്കാണ്, ഒരു റെഗുലർ ഓഫീസ് ജോബ് അല്ല. ഓക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ ക്യാരിങ് ടൂൾസ് നമുക്ക് അവിടെ ക്യാരി ചെയ്യേണ്ടി വരും. അതേപോലെ ലാഡേഴ്സ് ക്യാരി ചെയ്യേണ്ടി വരും. അതേപോലെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ എന്താ ക്യാരി ചെയ്യേണ്ടി വരും. അതേപോലെ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ഇപ്പം ലൈൻ അതേപോലെ കണ്ടക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അത് ക്യാരി ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളുടെ റോളായിട്ട് വരുന്നുണ്ടാവുക, ജോബ് പ്രൊഫൈലിൽ വരുന്നുണ്ടാവുക. പിന്നെ അവിടെ റൂട്ടീൻ മെയിൻ്റെനൻസ് നമുക്കറിയാം. നമുക്കവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇപ്പം ലൈൻ മെയിൻ്റെനൻസിലൊക്കെ കേസിൽ നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, മെയിൻ ആയിട്ട് അവിടെ ലൈൻമാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു പോൾ വർക്ക് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സർവീസ് കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ട്രാൻസ്ഫോമേഴ്സോ അല്ലെങ്കിൽ ലൈനിലോ അല്ലെങ്കിൽ കേബിൾസിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈൻ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈൻമാൻമാർ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അസിസ്റ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടീസും കൂടി നമ്മുടെ വർക്കേഴ്സിന് നിക്ഷിപ്തമാണ്. പിന്നെ ഇപ്പൊ എമർജൻസി റെസ്പോൺസ്, നമുക്ക് പെട്ടെന്ന് ഒരു പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻമാൻമാരിലൂടെ നമുക്ക് അവിടെ പോകേണ്ടി വരും. ഓക്കെ. അതേപോലെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മളവിടെ നമ്മൾ സ്ട്രിക്റ്റ് എന്ത് ചെയ്യാം ഫോളോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലാണ്, അതായത് ഔട്ട്ഡോർ ആണ്, സ്റ്റാൻഡേർഡ് ഓഫീസ് റോൾ അല്ല വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മളുടെ പി എസ് സിയുടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോൾ ക്ലൈംബിംഗ് എന്ത് ചെയ്യാം ഒരു മാൻഡേറ്ററി കാര്യമാണ്. 9 മീറ്ററിലുള്ള പോള് 8 മിനിറ്റ്സിൽ എന്ത് ചെയ്യാം നമ്മൾ ക്ലൈംബ് ചെയ്യണം, അസെന്റ് ഡിസെൻഡ് ചെയ്യണം. ഓക്കെ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓഫീസ് റോൾ അല്ല, ഒരു ഫീൽഡ് റിയാലിറ്റി ആണ്. ഔട്ട്ഡോർസ് ഇൻ ഇലക്ട്രിക്കൽ സെക്ഷൻസ്, സെക്ഷൻ ഓഫീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏരിയാസ് അല്ലെങ്കിൽ ഫീൽഡ് യൂണിറ്റ്സ്. പിന്നെ ഡൈനാമിക് ഇൻക്ലൂഡിംഗ് എമർജൻസി ബ്രേക്ക് ഡൗൺ ആൻഡ് പവർ ഫെയിലിയർ റീസ്റ്റോറേഷൻ. പിന്നെ ഹെവി ടൂൾ ട്രാൻസ്പോർട്ട്, ലാഡർ ക്യാരിങ്, അതേപോലെ ഫിസിക്കലി ഡിമാൻഡിങ് ടെക്നിക്കൽ ലേബർ. ആ ഒരു രീതിയിലുള്ള വർക്ക് പ്രൊഫൈലാണ് അല്ലെങ്കിൽ ജോബ് പ്രൊഫൈലാണ് ഈ കെ എസ് സി ബി വർക്കറിന് ഉള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ എൻട്രി റോൾ എന്ന് പറയുന്നത് കെ എസ് ബി ഇലക്ട്രിസിറ്റി വർക്കറാണ്, ഫീഡർ കാറ്റഗറി എന്നുള്ളത്. പിന്നെ നമ്മളവിടെ ഒരു സർവീസ് എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് റൂൾസിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് ലൈൻമാൻ ഗ്രേഡ് ടൂയിലേക്ക് നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ ഉണ്ടാവാം. ഓക്കെ. അപ്പൊ ലൈൻമാൻ ഗ്രേഡ് ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് അതേപോലെ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്താ ഫർദർ പ്രൊമോഷൻസിന് അവിടെ സാധ്യത ഉണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ സാലറിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ടാവും. ഓക്കെ. അപ്പോ
നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.